ഇത് ഇങ്ങനെ പരത്തിയിട്ട് ലെയറായിട്ട് നല്ലോണം നൈസാക്കി പരത്തിയിട്ട് ഞാനിതിൽ കണ്ണച്ചപ്പത്തിരി ഉണ്ടാക്കാൻ പോകും. ഇതിനാണ് കണ്ണച്ചപ്പത്തിരി എന്ന് പറയും, പിന്നെ അഞ്ചിസപ്പത്തിരി എന്നും പറയും. പണ്ടില്ലല്ലോ ആദ്യമില്ലല്ലോ പറയല് എന്താണെന്നിട്ട് അഞ്ചിസപ്പത്തിരി എന്ന് പറയും. ഇതുകൊണ്ട് ഇപ്പം എങ്ങനെ കണ്ണ് വെച്ച് പറ്റി കണ്ണൊക്കെ വെക്കോ? അത് 4 മൂലത്തിൽ മടക്കും. 4 മൂല കണ്ണായിട്ട് വരും. ഞാനിതിൽ ചിലരിതിൽ നെയ്യാട്ടോ ഉപയോഗിക്കുക. ഞാനിതിൽ ഓയിലാണ്, കാരണം നെയ്യ് ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഓയിലാണ്. ഇങ്ങനെ ആക്കിയിട്ട് ഇതിങ്ങനെ ഇങ്ങോട്ട് മടക്കും, ഇതിങ്ങോട്ട് ഇങ്ങനെ മടക്കും, ഇതൊന്ന് അമർത്തും. ഇങ്ങനെ അല്ലേ, ഇതിങ്ങനെ പരത്തിയിട്ട് ഇതിങ്ങനെ കുറച്ച് ഇങ്ങനെ വലുതാവുന്ന വരെ ഇങ്ങനെ പരത്തിയിട്ട് പിന്നെ ഇങ്ങനെ മറിച്ചിട്ട് ഇങ്ങനെ പരത്തിയാൽ ഇതാ ഈ പൂക്കൾ പോലെ വരും. അല്ലേ, ഇതാണ് അഞ്ചിസപ്പത്തി. അല്ലേ ഇതിൻ്റെ പൂക്കൾ കണ്ണ്, ഇതിനാണ് ഈ 4 മൂലയുള്ള ഇതിനാണ് കണ്ണച്ച എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, ഇതാണ് കണ്ണ് വെച്ച് പത്തിരിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മളിങ്ങനെ 4 മൂല ആക്കി കഴിഞ്ഞിട്ടാണ് പത്തിരിക്ക് പരുത്തുക. ഇന്ന് സ്പെഷ്യൽ നമ്മുടെ വീട്ടിൽ സമൂസയാണ്. സമൂസ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, എന്നാലും ജസ്റ്റ് ഞങ്ങളുടെ രീതിക്ക് നിറയ്ക്കുന്ന കാണിച്ചാൽ മമ്മി എങ്ങനെയാണ് നമ്മൾ സമൂസ നിറയ്ക്കുന്നത് കാണിച്ചത്. ലേറ്റ് ആയിപ്പോയി. സമൂസ റെഡി. ഓക്കെ, പത്തിരി റെഡി. കാണിക്കാം, പത്തിരി കാണിക്കാം.